നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് CB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഞാനിന്ന് സ്വാഗതം ചെയ്യുന്ന അതിഥി ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ്. ഈ നൃത്തവും ഈ സംഗീതവും സമന്വയിപ്പിച്ച് മലയാളികളുടെ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങുന്ന, നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഗ്രഹീത ഗായിക റിമി ടോമിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിമി ടോമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതായത് ഇത്രയും ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു ഗായിക. ഒരുപക്ഷെ ഈ റിമിയുടെ സ്റ്റേജ് ഷോ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ജനങ്ങൾ വളരെ ആരവമായിരിക്കുള്ളൂ. റിമി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റു ഗായകരൊക്കെ റിമിയെ അനുകരിച്ചു കൊണ്ട് ചെയ്യുന്ന ചില തുള്ളലൊക്കെ അധികമേക്കാറുമില്ല. ഈ എനിക്ക് തോന്നുന്നത് ഈ റിമിക്കിത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്, ഇത്രയും ഊർജം സംഭരിച്ചുകൊണ്ട് വരുവാൻ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പലപ്പോഴും റിമിയുടെ ഭാഷ, സ്ലാങ്, സംസാരിക്കുന്ന രീതി, അത് ഒരുപക്ഷെ കോട്ടയവും പാലാ ചൊവ്വയുള്ള ഒരു സ്ലാങ്ങാണ് ഈ റിമി ഉപയോഗിക്കുന്നത്. അത് എനിക്ക് അപ്പോൾ തന്നെ നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഒരുപക്ഷെ പിറന്ന നാടിനെ മറക്കാത്ത ഒരു കലാകാരിയാണ്, അല്ലേ? സത്യം പറഞ്ഞ അതല്ലേ? അയ്യോ, അതൊന്നും അല്ല ചേട്ടാ. എനിക്ക് ഈ പാലാ സ്ലാങ് ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുക, എൻ്റെ പാലാക്കാരെല്ലാം വിചാരിക്കുക എനിക്ക് പാലാക്കാരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ പാലാ ഭാഷ തന്നെ പറയുന്നത്. പക്ഷെ അതല്ല കാര്യം. എനിക്ക് ഈ പാലാ ഭാഷ അല്ലാതെ വേറെ ഒരു ഭാഷ അറിയത്തില്ല. ഇപ്പോൾ തന്നെ റിമിയുടെ ആ ചിരി, അത് മറ്റുള്ളവർക്ക് ഏത് അവസ്ഥയിലും ശോകമായിട്ടിരിക്കുന്നവർക്ക് മാത്രം അവർക്ക് ഊർജം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ റിമി. അങ്ങനെ റിമി ഇപ്പോൾ പലപ്പോഴും പാട്ട് പാടുന്ന കണ്ടിട്ടുണ്ട്. ഒരുപാട് നല്ല പ്രോഗ്രാമുകളുടെ അവതാരകയാണ് താങ്കൾ. പക്ഷേ ഈ അടുത്തൊരു സിനിമ ചെയ്തു, തിങ്കൾ മുതൽ വെള്ളി വരെ. എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട്? അയ്യോ, അതാ സിനിമ പോലെ തന്നെയായിരുന്നു. ഞാൻ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നേ എനിക്കൊരു സിനിമയിൽ നായികയാകണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത സിനിമയാണ് ഈ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ പോലെ തന്നെയായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം. ആ സിനിമ 5 ദിവസമേ ഓടിയുള്ളൂ. റിമി ഭയങ്കര ഹാസ്യമാണ്. കാരണം നമ്മൾ പറയുന്നതിന് കൗണ്ടർ തരാൻ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു ഗായിക അല്ലെങ്കിൽ ഒരു കലാകാരി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, താങ്ക് യു. റിമി, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട് ഈ സിനിമാക്കാരിലും അതുപോലെ തന്നെ കലാകാരിലൊക്കെ. കല്യാണം കഴിഞ്ഞ് ഒരുപക്ഷെ സിനിമ അഭിനയം നടത്തുന്നു, അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ കേൾക്കുന്ന ഡൈവോഴ്സ് ആവുന്ന ഈ പ്രവണത ഒരുപക്ഷെ ഈ നമ്മുടെ കലാകാരന്മാരുടെ ഇടയിലാണ് കൂടി നിൽക്കുന്നത്. പലപ്പോഴും പല ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പല ദോഷങ്ങളും മാറും. റിമി അതിനോട് യോജിക്കുന്നുണ്ട്? ഞാൻ എന്നോട് യോജിക്കുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷമേ മാറത്തുള്ളൂ, ഒറ്റ ഒരു ദോഷം. ഏതാണ്? സന്തോഷം. സന്തോഷം പൂർണ്ണമായിട്ടും മാറിക്കിട്ട്. റിമിയെ കുറിച്ച് ഒരു പ്രശസ്ത ഗായകനെന്ന് പറയാനുണ്ട്, നമുക്കൊന്ന് കേട്ടുകളെ. സോറി ഞാനൊരു സംഗീതമാകുന്ന മായാജാലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് പുഷ്പാങ്കദൻ. ഞാൻ റിമി ടോമിയുടെ ഭയങ്കര ഒരു ആരാധകനാണ്. റിമി ടോമിയുടെ ഒരുപാട് പരിപാടികൾ ഞാൻ ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോയി ബോംബെയിലൊക്കെ കാണാറുണ്ട്, നാട്ടിലും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ചിരിയുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ പാട്ട്, ആ കിളിനാഥം, അതുപോലെ ടി വിയിൽ നിങ്ങൾ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ അറിയാതെ ഇങ്ങനെ ഒരു കുളിർമ അനുഭവപ്പെട്ടു. ഇതെങ്ങനെ സാധിക്കുന്നു? പിന്നെ ഒരുപാട് വേദികൾ കീഴടക്കാൻ സാധിക്കും നിങ്ങൾക്ക്.
നിങ്ങളുടെ ആ ശബ്ദം കൊണ്ട് എത്ര പേരാണ് നിങ്ങൾക്ക് ആരാധകരായിട്ട് നിൽക്കുന്നത് ഈ കേരളത്തിൽ? അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ റിമി ടോമി എന്ന് പറയുമ്പോൾ എല്ലാം ഗാനങ്ങളും പാടുന്നത് എല്ലാം അടിപൊളിയാണ്. അടിപൊളി ഗാനങ്ങളാണ് റിമി ടോമി പാടിയിട്ടുള്ളത്. ഇപ്പോൾ അഫ്സൽ എന്ന് പറയുന്നൊരു ഗായകൻ, അദ്ദേഹം എല്ലാ ഗാനങ്ങളും അടിപൊളി ഗാനങ്ങളാണ് പാടിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഈ രാപ്പകൽ എന്ന ചിത്രത്തിലൊരു ഒരു ഒരു മെലഡി സോങ് പാടി, പോകാതെ കരിയിലക്കാറ്റേ ദൂരെ. അപ്പോൾ ഈ പാട്ട് അഫ്സൽ പാടിയപ്പോൾ അത് നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, റിമി ടോമിയുടെ ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുക കേട്ടോ, റിമി ടോമി ഒരു ശോക ഗാനം പാടി കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്. അത് ഈ അടുത്തെങ്ങനെ നടക്കൂ? റിമി പലപ്പോഴും തിരക്ക് പിടിച്ചൊരു കലാകാരിയാണ്. ഗൾഫ്, യൂറോപ്പ്, സ്വിറ്റ്സർലൻഡ്, മറ്റേ എല്ലാ കൺട്രികളും. എനിക്ക് തോന്നുന്നത് റിമി പോകാത്ത രാജ്യം, നമ്മുടെ മോദി സാറ് പോയതിനേക്കാളും കൂടുതൽ രാജ്യങ്ങൾ കറങ്ങിയ ഒരു കലാകാരിയാണ്. നല്ല പൈസ. എനിക്ക് തോന്നുന്നു റിമിയൊക്കെ ശരിക്കും ഇൻകം ടാക്സുകാർ നോക്കിയിട്ടിട്ടുണ്ട്, അല്ല നോട്ടിട്ടുണ്ട്. അല്ല, റിമിക്ക് വാ പോയ കോടാലിയാണ്. കാരണം കള്ളന്നൊക്കെ വിളിക്കാൻ ഒരു മടിയില്ല ഈ റിമി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ലെന്ന് പറയുന്നു പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അല്ല, അതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും തിരക്ക് പിടിച്ച്, താങ്കൾ ശരിക്കും പറഞ്ഞാൽ വിവാഹിതയാണ് അല്ലേ? അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച താങ്കളുടെ കൂടെ ജീവിതം പങ്കിടുന്ന വ്യക്തി, അദ്ദേഹത്തിന് എപ്പോഴാണ് സമയം കിട്ടുന്നത്? താങ്കൾ എപ്പോഴും ഓട്ടത്തിലാണല്ലോ. അപ്പോൾ ഈ ജീവിതവും കലയും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പ്ലാൻ? അതിപ്പോൾ എൻ്റെ റോണിച്ചൻ എന്ന് പറയുന്നത് എനിക്കിതിന് ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ കലയും ജീവിതവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് കല കൊണ്ടുപോകണോ അതോ ജീവിതം കൊണ്ടുപോകണോ എന്ന് അറിയാനായിട്ട് ഒരു ഈ ജോൾസിനെ കണ്ടേ. പാട്ടുകാരി ജോൾസ്ന? അയ്യോ, അതല്ല, അത് പാട്ടുകാരി ജോൾസ്ന, ഇത് ജോത്സ്യനാ, രാമൻകുട്ടി ജോത്സ്യൻ. അപ്പൊ പുള്ളി പറയുന്ന പോലെ കേൾക്കാന്നാ വിചാരിച്ചേ. പക്ഷെ ഞാൻ പാട്ട് എന്തായാലും നിർത്തത്തില്ല കേട്ടോ. റിമി, ഇനി നമുക്ക് ഒരാൾക്കും കൂടി റിമിയെ പറ്റി ഒന്ന് പറയാനുണ്ട്, ഒന്ന് കേട്ടുകളെ. റിമി, താങ്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. താങ്കളുടെ ഈയിടെ കണ്ട പല പരിപാടികളിലും ഞാൻ മനസ്സിലാക്കിയത്, താങ്കളുടെ ശരീരം വണ്ണം വളരെ കുറച്ചിരിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ താങ്കൾ തടി കുറക്കാനായിട്ട് വളരെ എന്തെങ്കിലും സ്ലിമ്മായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പക്ഷേ താങ്കളുടെ ആ പഴയ ആ കുടുക്ക പോലെ ഇരിക്കുന്ന ആ കുടുക്കത്തടി, പണ്ട് ആലുവയിൽ താങ്കളൊരു സ്റ്റേജ് പ്രോഗ്രാമിന് വന്നപ്പോൾ വളരെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊരു ഗാനമേള പ്രോഗ്രാമായിട്ട് വന്നതാണ്. അന്ന് വളരെ നല്ല കുടുക്ക പോലെ ഇരിക്കുന്ന ഒരു നല്ല തടിച്ചിട്ട് ഒരു കുട്ടിയായിരുന്നു താങ്കൾ. എനിക്കിപ്പോഴും ആ പഴയ ഒരു റിമി ടോമിയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് റിമി തടി ഇങ്ങനെ കുറച്ചത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ ഭയങ്കര ആരാധകനാണ് അദ്ദേഹം. അദ്ദേഹം താങ്കളുടെ കുടുക്ക പോലുള്ള മുമ്പത്തെ ശരീരം ഇഷ്ടമെന്ന് പറയുന്നു. ആ തടിച്ച റിമിയെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇപ്പോഴത്തെ റിമിയെ അത്ര വലിയ താല്പര്യമില്ല പുള്ളിക്ക്. എന്തിനാണ് ഈ തടി കുറച്ചതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സത്യത്തിൽ ഫാസ്റ്റ് എന്തിനാണ് ഇങ്ങനെ തടി കുറച്ചത്? അത് വേറൊന്നുമല്ല, ഇന്നാളൊരു ദിവസം ഉണ്ടല്ലോ, മറ്റേ ഒരു അവാർഡ് നൈറ്റിന് ഈ ഷാരൂഖ് ഖാൻ വന്നിട്ട് എന്നെ അങ്ങ് പൊക്കി എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേജിന് പുറകെ വന്ന് എന്നെ ഓടുപാടി ചീത്ത പറഞ്ഞു, പുള്ളിയുടെ നട്ടലൊടിഞ്ഞു പോയെന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഇതുപോലെ നമ്മുടെ ബോളിവുഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ അവർക്കൊക്കെ വന്ന് എടുക്കണമെങ്കിൽ അവരിതുപോലെ നട്ടലൊടിക്കണ്ടല്ലോ എന്ന് കരുതി അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ണം കുറച്ചതാ. എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ സുന്ദരി അല്ലേന്ന്? ചേട്ടനെ കാണുമ്പോ എപ്പോഴും ഞാൻ വിചാരിക്കും ഒരു കാര്യം ചോദിക്കണം. എന്താണ്? ധൈര്യമായിട്ട് ചേട്ടൻ ചിരിക്കാറൊന്നുമില്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എപ്പോഴും ഇവിടെ ചിരിക്കാറുണ്ടല്ലോ. വല്ലപ്പോഴും ഒക്കെ ചിരിച്ചിട്ട് ഇതിന്റെ പ്രൊഡ്യൂസറിനോട് ചിരി കുറക്കാൻ വരെ പറഞ്ഞു. ആണോ? അയ്യോ, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ചേട്ടൻ ചിരിക്കുന്ന ഒറ്റ ഫോട്ടോ പോലും ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. വെറുതെ. റിമി കുളിക്കാറുണ്ടോ? അയ്യോ, അതന്നെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എല്ലാ ദിവസവും നല്ലപോലെ കുളിക്കാറുണ്ട്. പക്ഷെ റിമി കുളിക്കുന്ന ഒരു ഫോട്ടോ ഞാനും കണ്ടു. ഭയങ്കര കോമഡി. റിമി, നമ്മുടെ
ആദ്യം വന്ന് ചോദിച്ച ഗായകൻ ചോദിച്ച ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. പലപ്പോഴും റിമി ഫാസ്റ്റ് നമ്പറാണ് പാടാറുള്ളത്, അടിച്ചുപൊളി പാട്ടുകൾ. പക്ഷേ ഒരു ശോകഗാനം പാടി റിമി കേട്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് അയാളുടെ മാത്രം സംശയമില്ല, എൻ്റെയും അതുപോലെ തന്നെ റിമി ഇഷ്ടപ്പെടുന്ന ആരാധകരുടെയൊക്കെ സംശയമുണ്ട്. എന്തുകൊണ്ട് താങ്കളൊരു ശോകഗാനം പാടുന്നില്ല? ഈ അഫ്സൽ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ് ഫാസ്റ്റ് നമ്പർ പാടുന്ന ആളാണ്, അഫ്സൽ പാടിയിട്ടുണ്ട് ശോകഗാനം. റിമിയെ ഒരുപക്ഷെ ഒഴിവാക്കുന്നതാണോ അല്ലെങ്കിൽ റിമി പോകാനിട്ടാണോ മനഃപൂർവ്വം? അതെന്നാന്ന് പറഞ്ഞാൽ ചേട്ടാ, ഈ ശോകഗാനം എന്നെ ഇതുവരെ ആരും പാടാൻ വിളിച്ചിട്ടില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ശോകഗാനം പാടുമ്പോൾ ചിലപ്പോൾ ഇത് കേട്ട് ആളുകൾ ചിരിക്കും. അപ്പോൾ പിന്നെ അതിനൊപ്പം ആ പാട്ടിനൊപ്പം അവർ ചിലപ്പോൾ ഡാൻസ് കളിക്കും എന്നെ പോലെ. അപ്പോൾ പിന്നെ ആ സിനിമ പൊളിയും. പിന്നെ ശോകഗാനം പാടാൻ എന്നെ വിളിക്കുന്ന പ്രൊഡ്യൂസർ പിന്നെ ശോകഗാനം പാടി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതുവരെ എന്നെ ശോകഗാനം പാടാൻ ആരും വിളിക്കാത്തത് കേട്ടോ. അതുകൊണ്ടായിരിക്കണം. ആയിരിക്കും. ഓക്കെ, ഒരാൾക്കും കൂടി എന്തോ പറയാനുണ്ട് കേട്ടോളെ. ഞാൻ റിമി ടോമിയുടെ ഒരു ആരാധകനാണ്. ഞാൻ എല്ലാ പ്രോഗ്രാം കാണാറുണ്ട്. പാട്ട് നല്ല നല്ല സൗണ്ടാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നല്ല രീതിയിൽ പാട്ട് തുടങ്ങിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് എന്തോ കൂടണമാരെ ഓട്ടവും ചാട്ടവും. അപ്പോൾ ഞാനത് പല പ്രാവശ്യം പല പ്രോഗ്രാമിലും കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ പല ഐറ്റംസാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, റിമിയുടെ ഫാമിലിയിൽ വല്ല ഓട്ടത്തുള്ളലുകാരോ അല്ലെങ്കിൽ വെളിച്ചപ്പാടോ ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒരുപക്ഷെ റിമിക്ക് ഇത്തിരി വിഷമമുണ്ടാക്കുന്നൊരു ചോദ്യമാണ്. കാരണം ഈ റിമിയുടെ ഒരു കടുത്ത ആരാധകനാണ് അദ്ദേഹം. അദ്ദേഹം റിമിയുടെ ഗാനമേളക്കൊക്കെ വന്ന് കാണുമ്പോൾ ഒരുപക്ഷെ റിമി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുന്നത്, എന്തോ ബാധ കൂടിയ പോലെ തുള്ളൂന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവസാനം ചോദിച്ചു നിർത്തിയിരിക്കുന്നത്, താങ്കളുടെ വീട്ടിൽ ഫാമിലിയിൽ വല്ല വെളിച്ചപ്പാടോ അല്ലെങ്കിൽ തുള്ളക്കാരും ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുള്ളലിൻ്റെ രഹസ്യം എന്താണ്? അയ്യോ, അതിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം. ഞാൻ എവിടെ പോയാലും എല്ലാവരും ഈ സംശയം എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട് പാലയാണല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ മരങ്ങളുണ്ടല്ലോ. ഏത് മരമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം ഞങ്ങൾ വീട്ടിൽ എന്നും ഞാനിങ്ങനെ പാലൊക്കെ കുടിക്കാറുണ്ട്. അപ്പം ചില ദിവസം നമുക്ക് പാല് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അമ്മച്ചി എനിക്ക് റബ്ബർ പാല് കാച്ചി തരും. അപ്പോൾ അത് കുടിച്ച് ഞാനിപ്പോൾ ഈ റബ്ബർ പന്ത് പോലെ ഇങ്ങനെ തുള്ളുന്നത്. അപ്പോൾ ഈ പാലാക്കാരി ആയതുകൊണ്ടാണ് തുള്ളുന്നത്. അവിടെ റബ്ബർ പാലും. അതെ, ഇഷ്ടം പോലെ റബ്ബർ പാല് വായി ചെല്ലുന്നതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ റബ്ബർ പോലെ കിടക്കും. അത് ഞാൻ ആർക്കും കൊടുക്കാത്തൊരു അവസരം ഇവിടെ റിമിക്ക് തരാൻ പോവാ. എന്നാ ഏട്ടാ? എന്തെങ്കിലും ചോദ്യം, കുസൃതി ചോദ്യമൊക്കെ അയ്യോ, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഇരിക്കുമായിരുന്നു. ഇത്ര നേരം ചേട്ടാ എന്നോട് ഇങ്ങോട്ടല്ലേ ചോദിച്ചാൽ. അപ്പൊ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണമെന്ന് കുറെ നേരമായിട്ട് ഞാൻ ഇങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു ആന ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ആനയ്ക്ക് കഴിക്കാനായിട്ട് പാപ്പാൻ 3 ആപ്പിൾ കൊണ്ട കൊടുത്തേ. അപ്പോൾ ആ ആന 2 ആപ്പിളെ തിന്നുള്ളൂ, 1 ആപ്പിൾ തിന്നില്ല. എന്നാന്നേ ഒരുപക്ഷേ ആന 2 ആപ്പിൾ കഴിച്ചു. കഴിച്ചു. ഒരെണ്ണം കഴിച്ചില്ല. ഇല്ല, കഴിച്ചില്ല. ഒരുപക്ഷെ 2 ആപ്പിൾ കഴിച്ചപ്പോൾ തന്നെ ആനയുടെ വയറ് നിറഞ്ഞു. അയ്യേ, അല്ല, തോറ്റോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. തോറ്റു. എന്നാ ഞാൻ ഉത്തരം പറയട്ടെ. അതില് 1 ആപ്പിൾ പ്ലാസ്റ്റിക് ആയിരുന്നു. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ആനയുടെ കേസ് തന്നെ ചോദിക്കും. ഈ 3 ആപ്പിൾ ഒരാന, ഈ ആന ഈ 3 ആപ്പിളും കഴിക്കുന്നില്ല, അതിന്റെ കാരണം? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 ആപ്പിളിന്റെ 2 എണ്ണം തിന്നില്ലായിരുന്നോ? അത് കാരണം ചിലപ്പോ വിശപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും ചേട്ടൻ പറഞ്ഞ പോലെ. തോറ്റോ? 3 ആപ്പിളും തിന്നില്ല അല്ലേ? അയ്യോ, അതിപ്പോ എന്നായിരിക്കും? അയ്യോ, ഞാൻ തോറ്റു. എന്നാന്നേ? ആന പ്ലാസ്റ്റിക്. നല്ല ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു. റിമി ടോമിന്റെ ആരാണ് ഈ ടിനി ടോം? അയ്യോ, എല്ലാവരും ഇതുപോലെ എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം ഗൾഫ് ഷോയിൽ ചെന്നാലും നാട്ടിലെ ഷോയിലാണെങ്കിലും പിന്നെ വീട്ടിലിരുന്നാലും ഒക്കെ എല്ലാവരും, നാട്ടുകാരും വീട്ടുകാരും അന്യദേശക്കാരും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ടിനി ടോമിൻ്റെ ആരെങ്കിലും ആണോ ഈ ഞാനെന്ന്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. പക്ഷെ എല്ലാവരും കരുതിയിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഒരു ബന്ധമില്ലാതിരിക്കട്ടെ, പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ നാട്ടുകാരൻ ഒരു രാഷ്ട്രീയ നേതാവ്, പാലക്കാരൻ, അദ്ദേഹം കോഴ വാങ്ങിച്ചതിനെ പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്?
അയ്യോ അത് വേറും നുണയാ കേട്ടോ. ഞങ്ങൾ പാലക്കാരൊന്നും അങ്ങനെയുള്ള ഒരാളുകളും അല്ല. എന്ന് പറഞ്ഞാൽ ഈ കോഴയെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം അവിടെ ആ സാറ് ഇച്ചിരി സ്ഥലം മേടിച്ചായിരുന്നു. ഈ കോഴയെന്ന് പറയുന്നിടത്ത് ഇച്ചിരി സ്ഥലം മേടിച്ചായിരുന്നു. അപ്പം എല്ലാവരും വിചാരിച്ച് കോഴ വാങ്ങിച്ചതാണെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കോഴ വാങ്ങിച്ചതല്ല. ഈ കോഴയെന്ന് പറയുന്ന സ്ഥലത്ത് ഇച്ചിരി സ്ഥലം മേടിച്ചതേ ഉള്ളായിരുന്നു. അപ്പം എല്ലാവരും വിചാരിച്ച് ഈ കോഴയാണ് ആ കോഴ, ആ കോഴയാണ് ഈ കോഴ. പക്ഷെ സത്യം പറഞ്ഞ ഒരു കോഴയല്ല, കോഴയെന്ന് പറയുന്ന സ്ഥലത്ത് ഇച്ചിരി സ്ഥലം മേടിച്ചു. ഈ കോഴ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴ പറഞ്ഞ് ഈ സാറിന്റെ തല കോഴയൊക്കെ കെട്ടി വെച്ചതാ. ഞങ്ങള് പാലക്കാരെല്ലാം വെറും ശുദ്ധരാ, മനസ്സിലൊന്നും ഇല്ലെന്നേ. ഈ സാറിന്റെ അടുത്ത് തമാശ എന്നെ പറഞ്ഞാൽ തമാശയാ. പാലക്കാരെ പറഞ്ഞപ്പോ റിമി ടോമിയുടെ ഇത് മാറിയത് എനിക്ക് മാറി. എനിക്ക് എന്നാന്ന് വെച്ചാൽ ഈ പാലക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം പാലക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ. അതുകൊണ്ട് പാലക്കാരെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ റിമി പലപ്പോഴും ഓരോ സ്റ്റേജിലും നല്ല പേയ്മെൻ്റാണ് വാങ്ങിക്കുന്നത് ഞാൻ കേട്ടേക്കുന്നത്. പലപ്പോഴും ഒരു വലിയ ഗായകൻ പോലും നമ്മളുടെ മലയാള സിനിമത്തിലെ വലിയ ഗായകന്മാർ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ റിമി വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ സത്യമുണ്ടോ? അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ ജിമ്മിൽ പോണ ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഈ ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം 500 രൂപയാണ് അവിടെ ഫീസെങ്കിൽ നമ്മളെ കൊണ്ട് അവർ 1000 രൂപയുടെ പണി എടുപ്പിക്കത്തില്ലേ? ഇല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പം ഞാനിപ്പോൾ സ്റ്റേജ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ ഒരു 1000 രൂപയാണ് തരുന്നതെന്ന് ഇരിക്കട്ടെ, ഞാൻ 2000 രൂപയുടെ പണി എടുക്കുന്നുണ്ട് അവിടെ കിടന്നുകൊണ്ട് തുള്ളി പറഞ്ഞിട്ട്. ഡാൻസ് എൻ്റെ വക ഫ്രീ അല്ലേ. അപ്പം എനിക്ക് ഇച്ചിരി പൈസ കൂടുതൽ തന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ പറയുന്നവരങ്ങോട്ട് പറഞ്ഞോട്ടെ, പറയുന്നതിൽ കുറേയൊക്കെ സത്യമുണ്ട് ചേട്ടാ. ഈ റിമി ടോമിയുടെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും റിമി ടോമിയെ അനുകരിക്കാൻ പല ഗായികമാരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ തന്നെ അനുകരിച്ചാലും റിമി ടോമിയുടെ അത്രയും പോലും വരുന്നില്ല. അത് ഒരുപക്ഷെ റിമിക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമായിരിക്കും. അതെ, എനിക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ തൊലിക്കെട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ എനിക്ക് അത് ഇച്ചിരി കൂടുതൽ കിട്ടിക്കൊണ്ട്. പക്ഷേ ഈ റിമി പാട്ടുകാരി ആയില്ലെങ്കിൽ ആരാകുമായിരുന്നു? ചിലപ്പോ ഞാൻ അവിടെ റബ്ബറൊക്കെ വെട്ടി ജീവിക്കേണ്ടി വന്നേനായിരുന്നായിരിക്കും ചിലപ്പോ. അതെ പാല അവിടെ പിന്നെ റബ്ബറല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ റബ്ബർ വെട്ടി അങ്ങ് ജീവിച്ചാനെ. അത്രേ ഉള്ളന്നേ. റിമി പലപ്പോഴും പ്രശസ്തി എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഈ സിനിമയിൽ പ്രശസ്തി വന്നതിന് ശേഷം പലരും ചിന്തിക്കുന്ന വഴിയാണ് രാഷ്ട്രീയം. റിമി ഒരു മന്ത്രിയാകാൻ, ഇലക്ഷനിൽ നിന്ന് ജയിച്ചൊരു MLA മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരിയാണ്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് ആഗ്രഹമില്ല. എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ തടി കൂടുന്ന കാരണം ഈ ചായയുടെ കൂടെ പോലും കടി കഴിക്കാറില്ല. അപ്പോൾ വെറുതെ ഈ രാഷ്ട്രീയത്തിലൊക്കെ ചെന്ന് ഇറങ്ങി നിയമസഭയിലൊക്കെ പോയി നിന്ന് അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് പിന്നെ വല്ലവരുടെ കടിയും മേടിച്ച് തടിയും വെച്ച് ഈ പടി ഇറങ്ങേണ്ടി വന്നാൽ എനിക്ക് ഇതുമില്ല അതുമില്ല, കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല എന്നുള്ള ഒരവസ്ഥയാകും. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങത്തില്ല. കസേരയൊക്കെ എടുത്ത് തല തല്ലി പൊളിക്കും ചേട്ടാ. അതുകൊണ്ടാ. റിമി ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു റിമിക്ക് പറ്റിയ ക്യാരക്ടറായിരുന്നു. സീരിയൽ കാണുന്ന ഒരു സീരിയലിന് അഡിക്റ്റായ ഒരു കഥാപാത്രമാണ്. ഇനി അടുത്ത് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഏത് കഥാപാത്രമാണ് അല്ലെങ്കിൽ ഏത് കഥയിലാണ് റിമി ഡേറ്റ് കൊടുക്കാൻ പോകുന്നത്? അതിപ്പോ എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു കഥയുണ്ട്. ഞാൻ റിമി കഥയൊക്കെ എഴുതും. കാവ്യമാധവൻ കവിത എഴുതും. അല്ലാതെ ചേട്ടാ, ഇത് ഞാനിപ്പോ ചെറുപ്പം മുതലേ എഴുതുന്ന ഒരു കഥയാണ്. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രൊഡ്യൂസർ കിട്ടിയാൽ ഞാൻ ആ കഥ ഞാൻ തന്നെ അഭിനയിക്കും. അപ്പൊ പ്രൊഡ്യൂസർ ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പം കൊണ്ട് നമ്മളിപ്പോ ഈ കഥ ഇങ്ങനെ റിമിയുടെ തന്നെ ഇട്ടും കൂടാൻ കഴിയുന്ന പണം
പിന്നെ അല്ല ഞാൻ വെറുതെ അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും നാളെ സമ്പാദിച്ചൊക്കെ വെറുതെ കൊണ്ട് ഈ കടലിൽ കൊണ്ട കായം കളക്കിയ പോലെ എന്നൊക്കെ പറയുന്ന പോലെ വേറെ ആരുടെങ്കിലും പൈസ പോയിക്കോട്ടെ എന്നല്ലേ. അതിലിപ്പോ എന്റെ കാശല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ധനപ്പെടുന്ന കാര്യമില്ലല്ലോ. എന്തായാലും കഥ കേൾക്കട്ടെ. അപ്പൊ ഈ ഒരിടത്തൊരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നേ. അത് ഒരിടത്തൊരിടത്തെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമ്മുടെ പാലയാണ് സാലവേ, നമ്മുടെ പാല, കോട്ടയം പാല തന്നെയാണ് സാലവേ. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നേ. പുള്ളിക്കാരി ഭയങ്കര ഒരു പാട്ടുകാരിയായിട്ട് ആകണമെന്ന് വലിയ ആഗ്രഹിച്ച് നടന്ന ഒരു ഇതാ. കൊച്ചിലേ മുതലേ ഇങ്ങനെ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പൊ അന്നൊക്കെ ഇങ്ങനെ പോണിറ്റയിലും കെട്ടി ഇങ്ങനെ ഒരു കൊച്ചു മിടിയിട്ട് ഒരു ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രായം. ആ സമയത്ത് അവരുടെ അമ്മച്ചിക്ക് പാലൊന്നും കൊടുത്ത് വളർത്താൻ രക്ഷയില്ലാഞ്ഞിട്ട് റബ്ബർ പാല് കൊടുത്ത്, നമ്മുടെ പാലയല്ലേ സ്ഥലം, അപ്പോൾ റബ്ബർ പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു പെങ്കൊച്ചാണ് അവൾ. അങ്ങനെ പിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഒരു പാട്ട് പാടി, അതങ്ങ് ഹിറ്റായി, ഒരു സംസ്ഥാന അവാർഡും ഒക്കെ കിട്ടി. അങ്ങനെ വന്നപ്പോൾ അവൾ അങ്ങ് ഈ മേളിൽ അങ്ങനെ എല്ലാവരെക്കാളും മേളിൽ ഒരു പാട്ടുകാരിയായിട്ട് അങ്ങനെ വളർന്നു വന്നേ. അപ്പോൾ ആ പാട്ടുകാരിയെ കുറിച്ചുള്ള ഒരു കഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇതിപ്പോ റിമി ടോമിയുടെ കഥ തന്നെയല്ലേ? ഞാൻ പിന്നെ എന്റെ കഥയല്ലാതെ വല്ലവരുടെ കഥ പറയേണ്ട കാര്യം ഉണ്ടോ ചേട്ടാ? അല്ല പറ, ചേട്ടൻ തന്നെ പറ. അല്ല അതല്ലേ അതിന്റെ ഒരു ന്യായം. ഞാൻ എന്റെ കഥയല്ലേ പറയേണ്ട കാര്യമുള്ളൂ. അവരവരുടെ കഥ പറയണം, അതാ എന്റെ അത് ന്യായം. സിനിമയാക്കണം. അതെ എന്നിട്ട് അവരവര് പോയി തന്നെ അവരവർ അഭിനയിക്കണം, അതല്ലേ പിന്നെ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങ് ജീവിച്ചാ പോരെ. ഈ റിമിക്ക് ഇഷ്ടപ്പെട്ട ഗായികാരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്നെ അല്ലാതെ വേറെ ഒരാളെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരാളെ ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും നല്ല ഗായിക ഇതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട പാട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസറെ വിളിച്ച് അവരെ കൊണ്ട് പാടിച്ചാൽ ഞാൻ എന്തോ ചെയ്യും ചേട്ടാ? എനിക്ക് ജീവിക്കണ്ടായോ? ഇപ്പം ഈ റിയാലിറ്റി ഷോ പിള്ളേർ, അതായത് റിയാലിറ്റി ഷോയിൽ സംഗീതത്തെ പറ്റി നടക്കുന്ന റിയാലിറ്റി ഷോയിൽ നിന്നും ഒരുപാട് പിള്ളേർ പിന്നണി ഗായികരായിട്ട് വരുന്നുണ്ട്, ഗായികമാരൊക്കെ. അതൊക്കെ ഒരുപക്ഷെ നിങ്ങളെ ബാധിക്കുന്നതാണ്. അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, ഈ പിള്ളേരെ കൊണ്ട് വലിയ തൊല്ലയായിട്ടിരിക്കുക. ഇതുങ്ങളൊക്കെ ഇത്ര നന്നായിട്ട് പാടിയ ഈ പാട്ടറിയാത്ത ഞാനൊക്കെ എന്തോ ചെയ്യും ചേട്ടാ? ഞങ്ങൾക്കൊക്കെ ജീവിക്കണ്ടേ, കഞ്ഞി കുടിച്ച് പോകണ്ടേ? ഇതുങ്ങളൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് പാടിയാലുണ്ടല്ലോ, ഇതുങ്ങളെയൊക്കെ ഞങ്ങൾ ഈ അവസാനം നമുക്ക് സഖി കെട്ടിട്ടേ തല്ലി കൊന്നു പോകും ചിലപ്പോ. അതേന്നെ, ഭയങ്കര ശല്യമായിട്ടിരിക്കുക. എന്തായാലും റിമി ടോമി ഈ സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. അപ്പോൾ പ്രേക്ഷകരോട് ഗായികയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പരിപാടി എല്ലാവരും കാണുമ്പോൾ ഞാനൊക്കെ പാടുന്ന പാട്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും വോട്ട് ചെയ്യണം. എൻ്റെ വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്തായാലും അയ്യോ സോറി കേട്ടോ, ഈ വോട്ട് ചെയ്യണം ഇത് മറ്റുള്ള പിള്ളേരൊക്കെ പറഞ്ഞ് കണ്ട് ഞാൻ അറിയാതെ ഇപ്പം എൻ്റെ ഒരു പാട്ട് പാടിയാലും എല്ലാവരോടും പറഞ്ഞു പോകും എല്ലാവരും വോട്ട് ചെയ്യണം. നോട്ടൊന്നും ചെയ്യണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞത്. എന്തായാലും റിമി ടോമിയെ സമ്മതിക്കും. അയ്യോ ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും ചേട്ടനെ കൊണ്ട്, ഞാൻ സമ്മതിപ്പിച്ചിരിക്കും.